മൈക്രോ ഫിനാൻസ് കേസുകളിൽ അന്വേഷണം എവിടം വരെ എത്തി? അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ വെള്ളാപ്പള്ളിക്കെതിരെ നിർണായക മൊഴികൾ ശേഖരിച്ചിരിക്കുന്നു വിജിലൻസ് സംഘം. അവയിൽ സുപ്രധാനമായ ചില വെളിപ്പെടുത്തലുകൾ റിപ്പോർട്ടർ ഇന്നു മുതൽ പുറത്തുവിടുകയാണ്. പാവപ്പെട്ടവർക്ക് 3% പലിശയ്ക്ക് വായ്പ നൽകാനുള്ള മൈക്രോ ഫിനാൻസ് ഫണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ നിർദ്ദേശപ്രകാരം വകമാറ്റി ചെലവഴിച്ചതാണ് ഇതിൽ പ്രധാനം. ഇക്കാര്യത്തിൽ നിർണായക മൊഴി നൽകിയ തിരൂർ SNDP യൂണിയൻ മുൻ ഭാരവാഹി N. വിജയകുമാറിന്റെ നേർസാക്ഷ്യം നമുക്ക് ആദ്യം കേൾക്കാം. 2003 കാലഘട്ടങ്ങളിൽ എൻ്റെ യൂണിയൻ്റെ പ്രസിഡൻ്റായ ബാലൻ KR ബാലൻ എന്ന് പറയുന്ന കക്ഷി ഒരു ദിവസം യൂണിയൻ ഓഫീസിൽ വന്നപ്പോൾ ഒരു ചെക്കുമായിട്ടാണ് വന്നത്. അദ്ദേഹം പറഞ്ഞു, മൈക്രോ ഫൈനാൻസ് ഫണ്ട് SNDP യോഗത്തിന് കിട്ടിയതിൽ തിരൂർ യൂണിയന് ഒരു 7 ലക്ഷം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ നോക്കുമ്പോൾ ഈ തിരൂർ യൂണിയന് നമ്മൾ മൈക്രോ ഫൈനാൻസ് യൂണിറ്റുകളൊന്നും രൂപീകരിച്ചിട്ടില്ല. മാത്രമല്ല, നമ്മൾ യൂണിറ്റുകൾ രൂപീകരിച്ച് അത് പരിശോധിച്ച് ഓഡിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഈ യോഗത്തിലേക്ക് ശുപാർശ ചെയ്യാൻ ഞങ്ങൾക്ക് ഇത്ര ഫണ്ട് വേണം എന്ന് പറയും. അങ്ങനെ ഒരു കത്തൊന്നും ഞങ്ങൾ അയച്ചിട്ടില്ല. ഇതൊന്നല്ലാത്ത രീതിയിലൊരു ചെക്ക് വന്നു. ചെക്ക് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് സമർപ്പിച്ചതിന് ശേഷം വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടു. ഇങ്ങനെ ചെക്ക് വന്നിട്ടുണ്ടല്ലോ, ഇതെങ്ങനെ കൈകാര്യം ചെയ്യും? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ യൂണിറ്റ് ഒന്നും ആയിട്ടില്ലല്ലോ, തൽക്കാലം അത് ബാലനെടുത്ത് കൊടുക്കുക, അദ്ദേഹം തിരിച്ചടച്ചോളൂ. അതുപ്രകാരം ഞങ്ങൾ ആ ഫണ്ട് അദ്ദേഹത്തിന് ഏൽപ്പിച്ചു. അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വെള്ളാപ്പള്ളി പറയുന്നത് കേട്ട് മൈക്രോ ഫിനാൻസ് ഫണ്ടുകൾ സ്വന്തം പേരിൽ വാങ്ങുന്നത് ഭാവിയിൽ കുരുക്കാകുമെന്ന് തിരിച്ചറിഞ്ഞ് SNDP ഭാരവാഹിത്വം തന്നെ താൻ രാജിവെച്ചതായി വിജയകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ പീഡനം കാരണം ജീവനൊടുക്കിയ KK മഹേഷിന്റെ അനുഭവം തനിക്കും ഉണ്ടായേനെയെന്നും വിജയകുമാർ പറഞ്ഞു. വീണ്ടും ഒരു 50 ലക്ഷം രൂപ ഇങ്ങനെ വരുന്നുണ്ട്, അത് ഒപ്പിട്ട് വാങ്ങണം എന്നൊരു നിർദ്ദേശം വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെക്കിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ പണത്തിൻ്റെ ബാധ്യത എനിക്കും കൂടിയാവും. അപ്പോൾ എന്നെ കൊണ്ട് അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ബിസിനസ്സുകാരനല്ല. ഇത്രയും 50 ലക്ഷം രൂപയുടെ അന്നത്തെ സ്ഥിതിയിൽ 50 ലക്ഷം രൂപ ബാധ്യതയായി വന്നാൽ എന്നെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ യൂണിയൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് 2006 നവംബർ മാസം 26-ാം തീയതി സ്വമതയ ലീവിൽ മാറിയതാണ്. പിന്നീട് ഞാൻ സംഘടനാ പ്രവർത്തനമായിട്ട് സജീവമായി പ്രവർത്തിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മഹത്യാക്കുറിപ്പൊക്കെ ഞാനും കാണുകയുണ്ടായി. അപ്പോൾ ഇത് അന്നേ ഞാൻ മനസ്സിൽ കണ്ടു, ഇതിങ്ങനെ ഒരു വലിയ മുതലാളിമാരും ഈ അത്ര തന്നെ സാമ്പത്തില്ലാത്ത ആളുകളും തമ്മിൽ ഒരേപോലെ ഇത്തരം ഫണ്ടുകൾ കൈകാര്യം ചെയ്താൽ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വല്ല ആത്മഹത്യ ചെയ്യുകയോ മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങൾ വേണ്ടിവരും. അപ്പോൾ ഭാവിയിൽ ഇത് അപകടകരമാകും എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സംഘടനാ പ്രവർത്തനത്തിന് തൽക്കാലം അല്ലെങ്കിൽ സംഘടനയോട് വിരോധം ഉണ്ടായിട്ടല്ല,